നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആധുനിക പീരിയോഡിക് ടേബിളിലെ 16ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്? പി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന 16ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ഈ 16ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ലിവർമോറിയം, ഇതൊക്കെയാണ് 16ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ. ഒന്നുകൂടി നോക്കാം ഏതൊക്കെയാണ്. ഫസ്റ്റ് പോയിന്റ് ആണ് 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. 16ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ലിവർമോറിയം. ഇത്രയും മൂലകങ്ങളാണ് 16ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഏതാണ്? ഓക്സിജൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതാണ്? ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്നു. അപ്പൊ 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഏതാണ്? ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്നു. ഓക്കെ, 2 പോയിന്റ് ആയി. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു 16ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ലിവർമോറിയം. അത് ഫസ്റ്റ് തന്നെ ഏതാണ്? ഓക്സിജൻ ആണ്. അത് ഓർത്തിരിക്കാനുള്ള ടിപ്സ് ആണ്. ഫസ്റ്റ് വരുന്ന എലിമെന്റ് ഓക്സിജൻ ആണ്. അതുകൊണ്ട് തന്നെ ഏതാണ്? ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്നു. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഏതാണ്? ഓക്സിജൻ കുടുംബം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് ചാൽക്കോജനുകളുടെ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നു. ശ്രദ്ധിക്കുക, ചാൽക്കോജനുകളുടെ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? 16ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. ഓക്കെ, ഇനി ഭൂവൽക്കത്തില് ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത് 46.6% ഓക്സിജൻ. ഭൂവൽക്കത്തിലുള്ള ഓക്സിജന്റെ അളവ് 46.6%. ഈർപ്പരഹിത വായുവിലെ ഓക്സിജന്റെ അളവ് 20.946%. അപ്പോൾ ഈർപ്പരഹിത വായുവില് ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത് 20.946%. ഇനി നെക്സ്റ്റ് ആണ് സൾഫർ. നോക്കാം, ഭൂവൽക്കത്തില് സൾഫർ കാണപ്പെടുന്ന സംയോജിതാവസ്ഥകൾ ഏതൊക്കെയാണെന്നാണ് നോക്കാം. ഓക്കെ, ഭൂവൽക്കത്തില് സൾഫർ കാണപ്പെടുന്ന സംയോജിതാവസ്ഥകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ആണ് ജിപ്സം. സൾഫർ കാണപ്പെടുന്ന ഒരു സംയോജിതാവസ്ഥയാണ് ജിപ്സം എന്ന് പറയുന്നത്. ഏതാണ് രാസവാക്യം? നോക്കിയേ, CaSO4 2H2O. ജിപ്സം ഫസ്റ്റ് വരുന്നത് ജിപ്സം, CaSO4 2H2O. നെക്സ്റ്റ് നോക്കാം, എപ്സം സോൾട്ട്. രണ്ടാമത്തെയാണ് എപ്സം സോൾട്ട്. വാക്യം നോക്കിയേ, MgSO4 7H2O. ജസ്റ്റ് ഇതൊന്ന് ഇത് നമ്മളത് പഠിക്കുമ്പോൾ അതിൻ്റെ വാക്യവും കൂടി ആ രാസസൂത്രവും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. MgSO4 7H2O. നെക്സ്റ്റ് ആണ് ബെറൈഡ്സ്, BaSO4 ബെറൈഡ്സ്. തേർഡ് ഗലീന, PbS. ഇതാണ് ഗലീന, PbS. ഇതിനകത്തൊക്കെ സൾഫർ ഉണ്ട് അല്ലേ? അപ്പോൾ സൾഫർ കാണപ്പെടുന്ന സംയോജിത അവസ്ഥകളാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് സിങ്ക് ബ്ലെൻഡ്. ഇതാണ് സിങ്ക് ബ്ലെൻഡ്, ZnS. സിങ്ക് ബ്ലെൻഡ്, ZnS. നെക്സ്റ്റ് കോപ്പർ പൈറൈറ്റ്സ്. കോപ്പർ പൈറൈറ്റ്സ്, CuFeSO4. വാക്യം നോക്കുക, CuFeSO4. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോൾ 16ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് പറഞ്ഞത്. അതിൽ ഓക്സിജന്റെ പറഞ്ഞു, നെക്സ്റ്റ് സൾഫർ. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം, ലിവർമോറിയം. അപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് മൂലകങ്ങളിലെ LV. ഏതാണ്? പ്രതീകം LV. അപ്പോൾ ഓരോ എലിമെന്റും നമ്മൾ പഠിക്കുമ്പോൾ, ആവർത്തന പട്ടികയിലെ ഓരോ എലിമെന്റും പഠിക്കുമ്പോൾ തന്നെ അതിന്റെ പ്രതീകവും അറ്റോമിക നമ്പറും നമ്മൾ നോക്കി വെക്കുക. ഓക്കെ, നോക്കാം. ലിവർമോറിയം പ്രതീകം LV ആണ്. ലിവർമോറിയത്തിനെ കാണിക്കുന്ന LV. നോക്കാം, എത്രാമത്തെ ഇലമെന്റ് ആണ്? 116ാമത്തെ ഇലമെന്റ്. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആധുനിക ആവർത്തന പട്ടികയിലെ 116ാമത്തെ മൂലകം ഏതാണ്? ലിവർമോറിയം. ലിവർമോറിയം 116. നെക്സ്റ്റ് നോക്കാം, ഇത് വളരെ കുറഞ്ഞ അളവിലേ കാണപ്പെടുന്നുള്ളൂ. വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ഒരു കൃത്രിമ റേഡിയോ ആക്റ്റീവ് മൂലകമാണ് ലിവർമോറിയം. വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ഒരു കൃത്രിമ റേഡിയോ ആക്റ്റീവ് മൂലകമാണ് ഏത്? ലിവർമോറിയം. ഓക്കെ, ഇനി നോക്കാം,
തോറിയം, യുറേനിയം എന്നിവയുടെ ധാതുക്കളുടെ ജീർണോൽപ്പന്നമായി പ്രകൃതിയിൽ കാണപ്പെടുന്നത് പൊളോണിയാണ്. പൊളോണിയം ഏതാണ്? അതിന്റെ പ്രതീകം PO, പൊളോണിയം. തോറിയം, യുറേനിയം എന്നീ ധാതുക്കളുടെ ജീർണോൽപ്പന്നമായി പ്രകൃതിയിൽ കാണപ്പെടുന്നത് ഏതാണ്? പൊളോണിയം, PO, അതാണ് പൊളോണിയം. നെക്സ്റ്റ് നമുക്ക് സൾഫർ നമുക്ക് കാണപ്പെടുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ എവിടേക്കാണ് നമ്മൾ സൾഫർ കാണപ്പെടുന്നത്, ഏതൊക്കെ വസ്തുക്കളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സൾഫർ കാണപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ സൾഫൈഡ് രൂപത്തിൽ അഗ്നിപർവ്വതങ്ങളിൽ സൾഫർ കാണപ്പെടുന്നു. അപ്പൊ അഗ്നിപർവ്വതങ്ങളിൽ സൾഫർ കാണപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? ഹൈഡ്രജൻ സൾഫൈഡ് അല്ലെ? ഹൈഡ്രജൻ സൾഫൈഡ് എന്ന രൂപത്തിൽ അഗ്നിപർവ്വതങ്ങളിൽ കാണപ്പെടുന്നു. നെക്സ്റ്റ് കാർബണിക വസ്തുക്കളായ പാൽ, മുട്ട, പ്രോട്ടീൻ, വെളുത്തുള്ളി, ഉള്ളി, കടുക്, അതുപോലെ രോമം, കമ്പിളി, ഇതിലൊക്കെ സൾഫർ കാണപ്പെടുന്നു. കാർബണിക സംയുക്തങ്ങളായ വസ്തുക്കളായ പാൽ, മുട്ട, പ്രോട്ടീൻ, വെളുത്തുള്ളി, ഉള്ളി, കടുക്, രോമം, കമ്പിളി എന്നിവയിലൊക്കെ സൾഫർ കാണപ്പെടുന്നു. അപ്പൊ നമ്മൾ സൾഫർ കാണപ്പെടുന്നത് ഫസ്റ്റ് ഏതാ പറഞ്ഞത്? ഹൈഡ്രജൻ സൾഫൈഡിന്റെ രൂപത്തിൽ അഗ്നിപർവ്വതങ്ങളിൽ കാണപ്പെടുന്നു. നെക്സ്റ്റ് കാർബണിക വസ്തുക്കളായ മുട്ട, പാൽ, പ്രോട്ടീൻ, വെളുത്തുള്ളി, ഉള്ളി, കടുക്, രോമം, കമ്പിളി എന്നിവയിലൊക്കെ സൾഫർ കാണപ്പെടുന്നു. ഓക്കെ, ഇനി നമ്മൾ 16ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ആദ്യം നമ്മൾ പറഞ്ഞത് എല്ലാം നമ്മൾ ഗ്രൂപ്പും പഠിച്ചപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റ് ആണ്. ഏതാണ്? ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം. ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. ശ്രദ്ധിക്കുക, 16ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 6. ഇനി നെക്സ്റ്റ് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു പോയ ഒരു പോയിന്റ് ആണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വിന്യാസം. 16ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഇലക്ട്രോണിക വിന്യാസം എന്ന് പറഞ്ഞ് NS2 NP4. അത് ഓരോ മൂലകങ്ങളും ഓരോ ഗ്രൂപ്പുകളും നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇതും കൂടി നോട്ട് ചെയ്യണം. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ് അല്ലെങ്കിൽ ഇലക്ട്രോണിക വിന്യാസം എത്രയാണെന്ന് നോക്കാം. NS2 NP4. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ 16ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഇലക്ട്രോണിക വിന്യാസം എത്രയാണ്? NS2 NP4 ആണ്. NP4. ഓക്കെ, ഇനി നോക്കാം. ഈ 16ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും അറ്റോമിക ആരവും അയോണിക ആരവും കൂടുന്നു. ശ്രദ്ധിക്കുക, 16ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞത്? ഇലക്ട്രോണുകൾ ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. ഇലക്ട്രോണിക വിന്യാസം എത്രയാണ്? NS2 NP4. ഇനി ഇതില് ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും അറ്റോമിക ആരവും അയോണിക ആരവും കൂടുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും അയോണീകരണ എൻതാൾപ്പി കുറയുന്നു. അത് രണ്ടും ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കുക. അറ്റോമിക ആരവും അയോണിക ആരവും കൂടുന്നു. എങ്ങനെയാ? ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും, അത് ഓക്സിജൻ മുതൽ താഴേക്ക് ലിവർമോറിയം വരെയാണ് 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. അപ്പൊ ഗ്രൂപ്പിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും അറ്റോമിക ആരവും അയോണിക ആരവും കൂടുന്നു. ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുംതോറും അയോണീകരണ എൻതാൾപ്പി കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇനി നോക്കാം നമുക്ക് അറ്റോമിക സംഖ്യ. ഇവരുടെ അറ്റോമിക സംഖ്യ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു. ശ്രദ്ധിക്കുക, അറ്റോമിക സംഖ്യ കൂടുമ്പോൾ എന്താ പറ്റുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത്. അറ്റോമിക സംഖ്യ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു. നെക്സ്റ്റ്, ഈ ഓക്സിജൻ മുതൽ പൊളോണിയം വരെ ലോഹീയ സ്വഭാവം കുറയുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, അവിടെ ഒരു പോയിന്റ് നമുക്ക് പറയാം. ഓക്സിജൻ മുതൽ പൊളോണിയം വരെ ലോഹീയ സ്വഭാവം കുറയുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ നിങ്ങൾ, ഓക്സിജൻ സൾഫർ ഫസ്റ്റത്തെ 2 മൂലകം, അത് രണ്ടും അലോഹമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. 16ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ അലോഹങ്ങൾ ഏതെല്ലാം?
അപ്പൊ ഇതിനകത്തൊക്കെ നമുക്ക് എന്താണ് ഓപ്ഷൻ ഇട്ട് തരാം. അപ്പൊ അതിനകത്ത് അലോഹങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജനും സൾഫറും ആണ്. 16-ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന അലോഹങ്ങളാണ് ഓക്സിജനും സൾഫറും. നെക്സ്റ്റ് നോക്കാം ഉപലോഹങ്ങൾ. നെക്സ്റ്റ് വരുന്ന സെലീനിയം, ടെലൂറിയം ഏതാണ്? ഉപലോഹങ്ങളാണ്. അത് നോക്കി വെക്കുക. സെലീനിയം, ടെലൂറിയം എന്നിവ ഉപലോഹങ്ങളാണ്. നെക്സ്റ്റ് പൊളോണിയം എന്ന് പറഞ്ഞ ലോഹമാണ്. അപ്പൊ അവിടെ ചോദിക്കാം 16-ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ ലോഹം ഏതാണ്? പൊളോണിയാണ്. PO പൊളോണിയം എന്ന് പറഞ്ഞ ലോഹമാണ്. അപ്പൊ അതനുസരിച്ച് നോക്കി ഓക്സിജൻ മുതൽ പൊളോണിയം, ഇവിടെ നോക്കാം ഓക്സിജൻ മുതൽ ഈ പൊളോണിയം വരെ എന്താണ്? ലോഹീയ സ്വഭാവം എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ഇനി പൊളോണിയത്തിന്റെ അർത്ഥായുസ് എന്ന് പറയുന്നത് 13.8 ദിവസമാണ്. പൊളോണിയത്തിന്റെ അർത്ഥായുസാണ് 13.8 ദിവസം. നോക്കുക, ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അറ്റോമിക സംഖ്യ കൂടുന്നു. അതുപോലെ ദ്രവണാങ്കവും തിളനിലയും കൂടുന്നു. ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഏതാ? ദ്രവണാങ്കവും തിളനിലയും. ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും എന്ത് പറ്റുന്നു? അറ്റോമിക സംഖ്യ കൂടുന്നു. ദ്രവണാങ്കവും തിളനിലയും കൂടി വരുന്നു. നെക്സ്റ്റ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു ദ്വയാറ്റോമിക തന്മാത്രയാണ്. ഓക്സിജൻ എന്ന് പറഞ്ഞ ഏതാണ്? ഒരു ദ്വയാറ്റോമിക തന്മാത്രയാണ്. സൾഫർ ബഹു അറ്റോമിക തന്മാത്രയാണ്. ഒരു ബഹു അറ്റോമിക തന്മാത്രയാണ്. ഓക്കെ, ഇനി 15 നമുക്ക് ഓക്സീകരണാവസ്ഥ നോക്കാം. അതായത് 16-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ നിരവധി ഓക്സീകരണാവസ്ഥകൾ പ്രകടിപ്പിക്കുന്നവരാണ്. 16-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ നിരവധി ഓക്സീകരണാവസ്ഥകൾ പ്രകടിപ്പിക്കുന്നു. ഓക്സിജൻ എന്ന് പറഞ്ഞ നെഗറ്റീവ് ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നു. അപ്പൊ 16-ാം ഗ്രൂപ്പ് മൂലകങ്ങളിലെ നെഗറ്റീവ് ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ നെഗറ്റീവ് ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. എത്രയാണ് ഓക്സീകരണാവസ്ഥ? -2 ആണ്. ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് -2 ആണ്. സെലീനിയം, സൾഫർ, സെലീനിയം, ടെലൂറിയം എന്നിവ ഓക്സിജനുമായിട്ടുള്ള സംയുക്തങ്ങളിൽ പ്രകടമാക്കുന്ന ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്ന +4 ആണ്. ഏതൊക്കെയാണ്? സൾഫറും സെലീനിയം, ടെലൂറിയം എന്നിവ ഓക്സിജനുമായിട്ടുള്ള സംയുക്തങ്ങളിൽ പ്രകടമാക്കുന്ന ഓക്സീകരണാവസ്ഥ +4 ആണ്. അതുപോലെ സൾഫർ, സെലീനിയം, ടെലൂറിയം എന്നിവ ഫ്ലൂറിനുമായിട്ടുള്ള സംയുക്തങ്ങളിൽ പ്രകടമാക്കുന്ന ഓക്സീകരണാവസ്ഥ +6 ആണ്. അപ്പൊ അതിന്റെ ഓക്സീകരണാവസ്ഥകളും കൂടി നോക്കുക. നമ്മൾ ഓരോ ഗ്രൂപ്പുകളും നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിന് കുറച്ച് പോയിന്റ്സ്, അതായത് അതിന്റെ പ്രധാന സവിശേഷതകളും കൂടി അതിന്റെ ഒപ്പം പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ 16-ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രധാന സവിശേഷതകളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? ബാഹ്യതപ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 6, പിന്നെ അതിന്റെ ഇലക്ട്രോണിക് വിന്യാസം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP4. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അറ്റോമിക ആരം, അയോണിക ആരം എന്നിവ കൂടുന്നു. നെക്സ്റ്റ് അയോണികര ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും അയോണീകരണ എൻതാൾപ്പി കുറഞ്ഞു വരുന്നു. അറ്റോമിക സംഖ്യ കൂടുന്നതിനനുസരിച്ച് എന്ത്? ഇലക്ട്രോനെഗറ്റിവിറ്റി നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, ഓക്സിജൻ മുതൽ പൊളോണിയം വരെയുള്ള മൂലകങ്ങൾ എന്താണ്? ലോഹീയ സ്വഭാവം കുറയുന്നു. അതിന്റെ ഒപ്പം നമ്മൾ നോക്കുക, ഇത് മൂന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഈ 16-ാം ഗ്രൂപ്പ് മൂലകങ്ങളിലുള്ള ഉൾപ്പെടുന്ന അലോഹങ്ങൾ ഏതൊക്കെയാണ്? 16-ാം ഗ്രൂപ്പിൽ വരുന്ന ഉപലോഹങ്ങൾ ഏതൊക്കെയാണ്? പിന്നെ 16-ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ലോഹം ഏതാണ്? ലോഹം എന്നുള്ളതും അത് പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് വരിക. ഇത് 3 ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അറ്റോമിക സംഖ്യ കൂടുന്നു. ദ്രവണാങ്കവും തിളനിലയും കൂടി വരുന്നു. നെക്സ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ 16-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ നിരവധി ഓക്സീകരണാവസ്ഥകൾ പ്രകടിപ്പിക്കുന്നു. അതിൽ ഓക്സിജൻ എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവ് ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്ന മൂലകമാണ്. ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് എത്രയാണ്? -2 ആണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഈ 16-ാം ഗ്രൂപ്പിന്റെ പ്രധാന സവിശേഷതകളിൽ പെടുന്നത്. ഇനി നമുക്ക് ഓക്സിജനെ കുറിച്ച് പഠിക്കാം. ഓക്സിജൻ എന്ന് പറഞ്ഞ മൂലകം നമ്മൾ കഴിഞ്ഞ കെമിസ്ട്രിയുടെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഓക്സിജനും ഹൈഡ്രജനും തന്നെ ഒരു ക്ലാസ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇലമെന്റ് ആണ് ഓക്സിജൻ എന്ന് പറഞ്ഞത്. നമുക്ക് ഇതിനകത്ത് വരുന്ന 2-3 പോയിന്റ്സും കൂടി ഓക്സിജനെ കുറിച്ചുള്ളത് നോക്കാം.
വലിപ്പക്കുറവും ഉയർന്ന ഇലക്ട്രോനെഗറ്റിവിറ്റിയും കാരണം ഓക്സിജൻ അസാധാരണമായ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓക്സിജന്റെ പ്രത്യേകത നോക്കാം. ഓക്സിജൻ എന്ന് പറഞ്ഞ ഓർക്കുക, മണവും നിറവും ഇല്ലാത്ത ഒരു വാതകമാണ്. ഓക്സിജൻ മണവും നിറവും ഇല്ലാത്ത ഒരു വാതകമാണ്. 293 കെൽവിനിൽ 100 സെന്റിമീറ്റർ ക്യൂബ് ജലത്തിൽ ഓക്സിജന്റെ ലേയത്വം എന്ന് പറയുന്നത് 30.08 സെന്റിമീറ്റർ ക്യൂബാണ്. എത്രയാണ്? 293 കെയില് 100 സെന്റിമീറ്റർ ക്യൂബ് ജലത്തില് ഓക്സിജന്റെ ലേയത്വം, ജലത്തിലുള്ള ഓക്സിജന്റെ ലേയത്വം എന്ന് പറയുന്നത് 30.08 സെന്റിമീറ്റർ ക്യൂബാണ്. അത് തന്നെയാണ് ജലജീവികളുടെ നിലനിൽപ്പിന് ആവശ്യമായ ജലത്തിലെ ഓക്സിജന്റെ ലേയത്വം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്, 30.08 സെന്റിമീറ്റർ ക്യൂബാണ്. ഓക്കെ, നെക്സ്റ്റ് ഡൈ ഓക്സിജനിൽ ഖരമാകുന്ന താപനില എന്ന് പറയുന്ന ഓക്സിജനിൽ ഖരമാകുന്ന താപനില 55 K ആണ്. എന്നാൽ ഡൈ ഓക്സിജനിൽ ദ്രവീകരിക്കപ്പെടുന്ന താപനില 90 K ആണ്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഓക്സിജന്റെ ഐസോട്ടോപ്പുകൾ, പ്രധാനപ്പെട്ട ഐസോട്ടോപ്പുകളാണ് ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18. ശ്രദ്ധിക്കുക, ഓക്സിജന്റെ ഐസോട്ടോപ്പുകളാണ് ഏതൊക്കെയാണ്? 3 ഐസോട്ടോപ്പുകൾ, ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18 എന്നിവ ഓക്സിജന്റെ ഐസോട്ടോപ്പുകളാണ്. ഇനി അപ്പൊ നമ്മള് 16ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ച് പഠിച്ചു, അതിന്റെ സവിശേഷതകളും നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഏതൊക്കെയാണ് 17ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നിസിൻ. നോക്കാം, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നിസൻ. ഇതൊക്കെയാണ് ഏത് 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ഇത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുണ്ട്. അത് ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും മാറി ചോദിക്കാം. ഇപ്പൊ കുറച്ച് മൂലകങ്ങൾ തന്നിട്ട് ഇതിനകത്ത് 16ാം ഗ്രൂപ്പില് അല്ലെങ്കിൽ 17ാം ഗ്രൂപ്പില് ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഓരോ ഗ്രൂപ്പും പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം പഠിക്കുക. ഓക്കെ, ഏതൊക്കെയാണ് 17ാം ഗ്രൂപ്പില് ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നിസൻ. ഓക്കെ, ഇതിനെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെ ഹാലജനുകൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ഹാലജനുകൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെ അറിയപ്പെടുന്നത് എന്താണ്? ഹാലജനുകൾ എന്നറിയപ്പെടുന്നു. ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് നമുക്ക്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് അതിന്റെ ഇൻട്രൊഡക്ഷൻ പോലെ നമുക്കൊന്ന് നോക്കി വെക്കാം. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെ അറിയപ്പെടുന്നത് ഏതാണ്? ഹാലജനുകൾ എന്നറിയപ്പെടുന്നു. ഹാലോ എന്നത്, ഈ ഹാലജൻ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. അത് ഹാലോ എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം ലവണം എന്നാണ്. ഹാലോ മീൻസ് ലവണം. ജൻ എന്ന് പറയുന്നത് ജനിക്കുന്നത് എന്നർത്ഥമാണ്. അപ്പോൾ ജൻ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ജനിക്കുന്നത്. അപ്പൊ ഹാലജൻ എന്ന് പറഞ്ഞ ആ ഗ്രീക്ക് വേർഡാണ്. അതിന്റെ അർത്ഥം എന്താണ്? ലവണം ഉണ്ടാക്കുന്നവ. അപ്പൊ എന്താണ് ഹാലജൻ എന്ന് പറഞ്ഞ മീനിങ്? ലവണം ഉണ്ടാക്കുന്നവ എന്നർത്ഥമുള്ള ഒരു ഗ്രീക്ക് പദമാണ് എന്ത്? ഹാലജൻ. അത് ഏത് ഗ്രൂപ്പാണ്? 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം, ഇവ ക്രിയാശീലത കൂടിയ അലോഹങ്ങളാണ്. ഗ്രൂപ്പിലുള്ളത് ഏതാണ്? ക്രിയാശീലത കൂടിയ അലോഹങ്ങളാണ്. ഇതിനകത്ത് ഈ 17ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ് അസ്റ്റാറ്റിനും ടെന്നിസിനും. ഇപ്പൊ ഏതൊക്കെയാണ് 17ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ? ഏതൊക്കെയാണ്? അസ്റ്റാറ്റിൻ, ടെന്നിസൻ. ഇത് രണ്ടും 17ാം ഗ്രൂപ്പിൽ വരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ഇനി നമുക്ക് നോക്കാം ടെന്നിസൻ. ടെന്നിസൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യം ഫസ്റ്റ് നമ്മുടെ പ്രതീകം എന്താണ്? TS ആണ്. പ്രതീകം TS. ടെന്നിസൻ പ്രതീകം TS. എത്രാമത്തെയാണ്? 117ാമത്തെ മൂലകമാണ്. അപ്പൊ ആധുനിക ആവർത്തന പട്ടികയിലെ 117ാമത്തെ മൂലകം ഏതാണ്? 117ാമത്തെ മൂലകമാണ് ടെന്നിസൻ എന്ന് പറയുന്നത്. ടെന്നിസൻ, അതിന്റെ പ്രതീകം TS ആണ്. ഗ്രൂപ്പിലെ കൃത്രിമ റേഡിയോ ആക്റ്റീവ് മൂലകമാണ്. അപ്പൊ 17ാം ഗ്രൂപ്പിലെ കൃത്രിമ റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? ടെന്നിസൻ ആണ്.
ഏതാണ്? ടെന്നിസൺ. ഇനി ഇതിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ മില്ലി സെക്കൻഡ് മാത്രമേ ഇതിന് അർത്ഥായുസുള്ളൂ. അതിന് വളരെ ആയുസ് കുറഞ്ഞതാണ് ടെന്നിസൺ എന്ന് പറഞ്ഞത്. ഗ്രൂപ്പിലെ കൃത്രിമ റേഡിയോ ആക്റ്റീവ് മൂലകമാണ്. പ്രതീകം TS. എത്രാമത്തെയാണ്? 117ാമത്തെ ഇലമെന്റ് ആണ്, മൂലകമാണ് ടെന്നിസൺ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ഫ്ലൂറിൻ. ഫ്ലൂറിൻ നോക്കാം. ഫ്ലൂറിൻ വളരെ കുറഞ്ഞ അളവില് മണ്ണിലും നദീജലങ്ങളിലും ഒക്കെ സസ്യങ്ങളിലും മൃഗങ്ങളുടെ എല്ലുകളിലും പല്ലുകളിലും ഒക്കെ കാണപ്പെടുന്നു. അതാണ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഫ്ലൂറിൻ കാണപ്പെടുന്നു. വളരെ കുറഞ്ഞ അളവിൽ മണ്ണിലും നദീജല സസ്യങ്ങളിലും മൃഗങ്ങളുടെ എല്ലുകളിലും പല്ലുകളിലും ഒക്കെ ഫ്ലൂറിൻ കാണപ്പെടുന്നു. ഒരു അലേയം ഇൻസോലിബിൾ ഫ്ലൂറൈഡുകളായിട്ടും ഫ്ലൂറിൻ കാണപ്പെടുന്നുണ്ട്. അലേയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസോലിബിൾ അല്ലെ? ഇൻസോലിബിൾ ഫ്ലൂറൈഡുകളായിട്ടും ഫ്ലൂറിൻ കാണപ്പെടുന്നു. അപ്പൊ ഫ്ലൂറിൻ കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു കുറഞ്ഞ അളവിൽ മണ്ണിലും നദീജല സസ്യങ്ങളിലും മൃഗങ്ങളുടെ എല്ലുകളിലും പല്ലുകളിലും ഒക്കെ ഫ്ലൂറിൻ കാണപ്പെടുന്നുണ്ട്. അലേയ ഫ്ലൂറൈഡുകളായിട്ടും ഫ്ലൂറിൻ കാണപ്പെടുന്നുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു ബോക്സിലാക്കി തന്നെ പഠിക്കുക. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് ഓരോ ഇതിനകത്ത് 17ാം ഗ്രൂപ്പിൽ വരുന്ന ഇലമെന്റ്സിന്റെ കളറുകളാണ്, നിറങ്ങൾ നോക്കുക. ഫ്ലൂറിൻ നൽകുന്ന നിറം ഏതാണ്? മഞ്ഞ നിറം. ഇത് മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാം, അല്ലെങ്കിൽ വൺ വേർഡ്സ് ആയിട്ടും ചോദിക്കാം. ഫ്ലൂറിൻ നൽകുന്ന നിറം ഏതാണ്? മഞ്ഞ നിറം. ക്ലോറിൻ ഏതാണ്? പച്ച കലർന്ന മഞ്ഞ നിറം. പച്ച കലർന്ന മഞ്ഞ നിറം ക്ലോറിൻ. ബ്രോമിൻ ഏതാണ്? ചുവപ്പ് നിറം. അയഡിൻ നൽകുന്നത് വയലറ്റ് നിറമാണ്. അപ്പൊ ഇതും കൂടി അതിന്റെ ഒപ്പം നോട്ട് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. നോക്കുക, ഫ്ലൂറിൻ മഞ്ഞ നിറം, ക്ലോറിൻ പച്ച കലർന്ന മഞ്ഞ നിറം, ബ്രോമിൻ നൽകുന്നത് ചുവപ്പ് നിറം, അയഡിൻ വയലറ്റ് നിറം. അപ്പൊ ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏതാണ് പി ബ്ലോക്കിൽ വരുന്ന ഏതൊക്കെ മൂലകങ്ങളാണ് പഠിച്ചത്? 16ാം ഗ്രൂപ്പ് മൂലകങ്ങളും 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലെ? 16ാം ഗ്രൂപ്പും 17ാം ഗ്രൂപ്പിന്റെ കുറച്ച് നമ്മൾ നോക്കി. അപ്പോൾ ഇതിന്റെ 17ാം ഗ്രൂപ്പിൻ മൂലകങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് പഠിപ്പിച്ചതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.